ഏകദേശം 120 കോടി, കൃത്യമായിട്ട് കണക്കല്ല, ഏകദേശമാണ് 120 കോടി രൂപ ഓരോ മാസവും ഈ ഒരു ബസ്സിന്റെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നീക്കിവെക്കേണ്ടി വരും. നഷ്ടത്തിലാകും KSRTC ഉണ്ടാവുക. 120 കോടി ഏകദേശം ഒരു വർഷത്തിൽ ഏകദേശം 1500 കോടിക്കടുത്താണ് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നത്, നഷ്ടത്തിലേക്കാകുന്നത് എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ചുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒന്നുമല്ല പിന്തുണയ്ക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളെ അനുകൂലിക്കുക എന്ന് മാത്രമാണ്. അതിനെ വിചിന്തനം ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും നന്മയെക്കുറിച്ചും ഉണർത്തുക എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈയിടെ നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾക്കൊക്കെ KSRTCയിൽ സൗജന്യ യാത്ര എന്ന് പറഞ്ഞുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പം അടുത്ത് അത് പ്രാബല്യത്തിലാവും, എങ്ങനെയൊക്കെ ആവുമെന്ന് നമ്മൾ അറിയില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ശരിക്കും കേരളത്തിന് ഇതാണോ ആവശ്യം? ഞാനിതിനെപ്പറ്റി വിമർശിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല. നല്ല കാര്യം തന്നെയാണ് സ്ത്രീകൾക്ക് ഒരു സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക എന്നൊക്കെ. പക്ഷേ അതിനെ വിമർശിക്കുന്നതല്ല, മറിച്ച് അത്തരത്തിലൊരു ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെയുള്ള സ്ത്രീകളൊക്കെ, എല്ലാ കുടുംബത്തിൽ തന്നെയുള്ളവരാണല്ലോ സ്ത്രീകൾ. ആരും തന്നെ ബസ്സിന് പൈസ ഇല്ലാതെ വിഷമിക്കുന്നവരായിട്ട് അറിവില്ല. KSRTC വളരെ ശമ്പളം പോലും കൊടുക്കാനാവാത്ത ഒരു പരിസ്ഥിതിയിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷിച്ചെടുത്തുകൊണ്ട് ഒത്ത രീതിയിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വീണ്ടും ഒരു നഷ്ടം ആക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു കൺസെഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും പലരും ഇതിനെ ഒരു വിമർശന രീതിയിലാണ് കാണുക. പക്ഷേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കൺസെഷൻ BPL ഉള്ള ആൾക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടോ ഒക്കെ ചുരുക്കാമായിരുന്നത്. കേരളത്തിലുള്ള എല്ലാ വനിതകൾക്കും കൊടുക്കുന്നു എന്നും പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇതിനുമല്ല ഒരുപാട് വർഷങ്ങൾക്കിടയിലും ഒരുപാട് മാറ്റങ്ങളാണ് ആവശ്യം. 100 കോടിക്കപ്പുറം ചെലവ് പ്രതീക്ഷിക്കുന്ന ഇത് ഒരിക്കലും തന്നെ വെറുതെയുള്ള ഒരു പൈസ എടുത്തിട്ട് ഇതിന് ചെലവാക്കുന്നതല്ല. മറ്റു മേഖലകളിൽ ചെലവാക്കേണ്ട പൈസയാണ് ചിലപ്പോൾ ഇതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരിക എന്ന കാര്യം നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി ആഹ്ലാദിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളും തന്നെ ഇതിൻ്റെ ഒരു സംഭവം, ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ശരിക്കും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരിക്കലും തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു വികസനത്തിലേക്ക് ഇത് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഒരിക്കലും തന്നെ തോന്നുന്നില്ല. ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തെ വിമർശിക്കുകയോ അതിനെ കുറച്ചു കാണുകയോ അല്ല, മറിച്ച് ഈ ഒരു ആവശ്യം ശരിക്കും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ആവശ്യം. ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് വികസനങ്ങളാണ് ശരിക്കും ആവശ്യം. ഇത് ശരിക്കും നമ്മുടെ നാട്ടിനെ തന്നെ വലിയൊരു യൂസ്ഫുൾ ആയിട്ട് ഒരിക്കലും മാറില്ല. കാരണം ഈ ഒരു പൈസ എങ്ങനെയായാലും നഷ്ടം, എത്രയോ കോടികൾ, 100 കോടിക്കപ്പുറം നഷ്ടമുള്ള ഈ ഒരു പൈസ ഒരിക്കലും തന്നെ വേറെ എവിടുന്നും ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസയല്ല. നമ്മുടെ നികുതി പണം കൊണ്ട് തന്നെ കിട്ടുന്ന, അതിന് തന്നെയാണ് ഇത് മേക്കപ്പ് ചെയ്യേണ്ടത്. മറ്റു മേഖലകളിലേക്ക്, മറ്റു വികസന പ്രവർത്തനങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ട ഒരു പൈസയായിരിക്കും ഇതിൽ നിന്നും എടുത്ത് മാറ്റിവെക്കുന്നുണ്ടാവുക എന്ന കാര്യമാണ് നാം ഒക്കെ ഓർക്കേണ്ടത്. ഏകദേശം 120 കോടി, കൃത്യമായിട്ട് കണക്കല്ല, ഏകദേശമാണ് 120 കോടി രൂപ ഓരോ മാസവും ഈ ഒരു ബസ്സിന്റെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നീക്കിവെക്കേണ്ടി വരും. നഷ്ടത്തിലാകും KSRTC ഉണ്ടാവുക. 120 കോടി ഏകദേശം ഒരു വർഷത്തിൽ ഏകദേശം 1500 കോടിക്കടുത്താണ് ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരുന്നത്, നഷ്ടത്തിലേക്കാകുന്നത് എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്രയും കോടി ചെലവാക്കുന്നത് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വിധവും തന്നെ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, നമ്മുടെ സ്വകാര്യ മേഖലയിലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബസ് തൊഴിലാളികളുടെയൊക്കെ ജോലി എന്താകും, അവരുടെ ബിസിനസ് എന്താകും എന്നൊക്കെ, അവരുടെ ബസ് സർവീസുകളെ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് തന്നെ പോലും പറയാൻ പറ്റാത്ത ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം, ഈ ഒരു വികസനം, ഇത് വികസനം എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു രീതിയിലും തന്നെ കൃത്യമായിട്ടുള്ളൊരു കേരളത്തിന് നന്മയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തന്നെ ഇത് തോന്നുന്നില്ല.
എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്.